കുരുമുളകിന് ആഭ്യന്തര ആവശ്യം വർദ്ധിച്ചതോടെ ചരക്ക് സംരംഭത്തിന് ഇടപാടുകാർ മത്സരിച്ചു. ഇഞ്ചി ഉൽപാദനം ദക്ഷിണേന്ത്യയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വർദ്ധിച്ചത് ചുക്കുവിലയെ ബാധിച്ചു. ആഭ്യന്തര വാങ്ങലുകാർ കുരുമുളകിനായി പരക്കം പാഞ്ഞതോടെ ഉൽപ്പന്ന വില നിത്യേന ഉയർന്നു. പല ഭാഗങ്ങളിലും വിളയെടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും വിപണികളിൽ നാടൻ ചരക്ക് വരവ് നാമമാത്രമായി ചുരുങ്ങി. കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് ഉൽപാദനം കുറഞ്ഞതിനാൽ പുതിയ മുളക് പത്തായത്തിലേക്ക് നീക്കാനാണ് ഏറിയ പങ്കും കർഷകർക്കും താൽപര്യം. കാത്തിരുന്നാൽ 700-740 രൂപയിലേക്ക് മുളക് വിപണി ചുവട് വെക്കുമെന്നും ആത്മവിശ്വാസത്തോടെയാണ് ഹൈറേഞ്ച്. ഇന്ത്യൻ കുരുമുളകിനെ സംബന്ധിച്ച് സീസൺ വേളയിൽ ഉൽപാദനത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തലത്തിലാണ് വിപണിയെ നീങ്ങുന്നത്. കാർഷിക മേഖലകളിൽ ലഭ്യത കുറഞ്ഞ സാഹചര്യം ഇന്ത്യൻ മാർക്കറ്റിന്റെ അടിയൊഴുക്ക് ശക്തമാക്കുമെന്ന നിലപാടിലാണ് ഇതര ഉൽപാദന രാജ്യങ്ങളും. കുരുമുളക് ഇറക്കുമതിയിൽ മൂന്നിലുള്ള അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളിലും മാത്രമല്ല, ഇന്ത്യയിലും ചരക്ക് ക്ഷാമം കൂടി കണക്കിലെടുത്താൽ ലഭ്യത ഉയർന്നില്ലെങ്കിൽ കുരുമുളക് കൂടുതൽ കരുത്ത് കാണിക്കാം. വിയറ്റ്നാമിലെ ചരക്ക് ക്ഷാമം മുൻനിർത്തി ഇന്തോനേഷ്യയിലും ബ്രസീലിലും നിരക്ക് വർദ്ധിച്ചു. അതേസമയം ലൂണാർ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ഇന്തോനേഷ്യയിലെയും വിയറ്റ്നാമിലെയും ചൈനീസ് വംശജരായ കയറ്റുമതിക്കാർ ആഗോള സുഗന്ധവ്യഞ്ജനം വിപണിയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. കൊച്ചിയിൽ അൺഗാർബിൾഡ് മുളക് വില ക്വിന്റലിന് 1700 രൂപ വർദ്ധിച്ച് 66,000 രൂപയായി. മലബാർ മുളക് വില ടണ്ണിന് 8,000 രൂപ.